ആഗോളതലത്തിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി ഉയർന്നു വരുന്നതിനെതിരെ വീണ്ടും ഡീപ് സ്റ്റേറ്റ് കുതന്ത്രങ്ങളുമായിട്ട് രംഗത്തിറങ്ങുന്നു. ഇന്ത്യക്കെതിരെ എന്തിനാണ് വീണ്ടും ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു രംഗപ്രവേശം എന്ന് നമ്മൾ ചിന്തിക്കാം. അതായത് സാമ്പത്തിക സൈനിക പ്രതിരോധ മേഖലയിലൊക്കെ തന്നെ 4-ാം സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനത്തേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പ് തുടരുന്നു. അത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. ഈ രീതിയിൽ ഇന്ത്യ ഒരു മേജർ ശക്തിയായിട്ട് വരുന്നത് അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല. എന്തിന്? അമേരിക്കയെ പോലെ തന്നെ മറ്റൊരു വൻ ശക്തിയായ ചൈനയും ഇന്ത്യയുടെ ഈ വളർച്ചയെ അത്ര കണ്ട് രസിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനോ ബംഗ്ലാദേശോ നേപ്പാളോ ഈ രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യ ഒരു ആഗോള ശക്തിയായിട്ട് ഉയർന്നു വരുന്നതിനോട് വലിയ താല്പര്യമില്ല. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ചില അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങൾ നമ്മളോട് പ്രത്യക്ഷത്തിൽ വലിയ സ്നേഹവും അനുകമ്പയൊക്കെ പ്രകടിപ്പിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവസരം കിട്ടിയാൽ നമ്മളെ ഇടിച്ചു താഴ്ത്താനാണ് ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഡീപ് സ്റ്റേറ്റ് പുതിയ തന്ത്രവുമായി വരുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകാൻ പോകുന്നു. ആ യുദ്ധം ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടാം. ഇന്ത്യ പാകിസ്ഥാനെ കയറി ആക്രമിക്കും. പാകിസ്ഥാനിലെ കുറേ പ്രദേശങ്ങൾ ഇന്ത്യ പിടിച്ചെടുക്കും. ഇത്തരത്തിൽ പാകിസ്ഥാനിലെ മാധ്യമങ്ങളിൽ അമേരിക്കയിലെ മാധ്യമങ്ങളിലൊക്കെ നിരന്തരമായിട്ട് ലേഖനം വരുന്നു, വാർത്തകൾ വരുന്നു. അതിനുശേഷം പാശ്ചാത്യ മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള ലേഖനങ്ങൾ വരുന്നു. അതായത് ഇന്ത്യ ഒരു സംഘർഷത്തിൻ്റെ വക്കിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതു നിമിഷവും ഏറ്റുമുട്ടൽ ഉണ്ടായേക്കാം. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഇന്ത്യൻ ആക്രമണം കടുക്കും. തൃശ്ശൂർ പോലെയുള്ള സൈനിക അഭ്യാസ പ്രകടനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്ത് മറ്റൊരു സൈനിക അഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നു. ഇതൊക്കെ തന്നെ സൈനിക മുന്നേറ്റത്തിനുള്ള ഒരുക്കങ്ങളാണ്. ഈ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് വലിയ അഭിമാനം ഉണ്ടാകാം, സന്തോഷമുണ്ടാകാം. പക്ഷേ ഇതിനുള്ളിൽ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ തന്ത്രപരമായ നീക്കം. ഇത്തരത്തിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യമുള്ള രാജ്യവുമായിട്ട് വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ പുതുക്കാനായിട്ട് മറ്റ് രാജ്യങ്ങൾ തയ്യാറാകില്ല. കൃത്യമായി പറഞ്ഞാൽ വിദേശത്ത് നിന്ന് പുതുതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇന്ത്യയിലേക്ക് ആരും വരില്ല. കൂടാതെ നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾ പതിയെ പതിയെ പ്രവർത്തനം അവസാനിപ്പിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. അങ്ങനെ നമ്മളെ സാമ്പത്തികമായിട്ട് ഞെരുക്കാൻ കഴിയും. ഇതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ തന്ത്രം. ജോ ബൈഡൻ സർക്കാർ അമേരിക്കൻ ഭരണം നടത്തിയിരുന്ന കാലത്ത് ഇന്ത്യയുമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം വന്നിരുന്നു. അതിനെ ജോ ബൈഡൻ സഹായിക്കുകയും ചെയ്തു. പിന്നീട് ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലുണ്ടായി. ഇവിടെ ട്രംപ് വന്നപ്പോഴോ ഈ നിലപാടെല്ലാം മാറ്റുന്നു. ധാരാളം കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നു. ട്രംപും മോദിയും തമ്മിൽ വലിയ ബന്ധമാണ്. ഈ രീതിയിലൊക്കെ ചിത്രീകരിക്കപ്പെട്ടു. പക്ഷേ ട്രംപിൻ്റെ തലതിരിഞ്ഞ നയങ്ങൾ കാരണം അമേരിക്ക സാമ്പത്തികമായിട്ട് ഒരുപാട് പതറിപ്പോയി. ആ അവസരത്തിൽ വീണ്ടും ഡീപ് സ്റ്റേറ്റ് കയറി ഇടപെടുകയാണ്. ട്രംപും അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിലവിൽ അമേരിക്ക വളർത്തിക്കൊണ്ട് വന്ന രാജ്യമാണ് ചൈന. ആ ചൈന പിന്നീട് അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയായി മാറി. കാരണം അവർ വലിയൊരു ട്രേഡ് ഹബ്ബായിട്ട് മാറുന്നു, അല്ലെ പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് പല കാര്യങ്ങളിലും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ തന്നെ അമേരിക്ക താരിഫ് വർദ്ധിപ്പിച്ച പ്രധാന രാജ്യങ്ങളിലൊന്ന് ചൈനയാണ്. പക്ഷേ ചൈന പറഞ്ഞു, ഞങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇനി റെയർ എർത്ത്സ് നൽകുന്നില്ല. അതായത് അപൂർവ മൂലകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആധുനിക കാലത്ത് നമ്മുടെ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇതൊന്നും നടക്കില്ല. അങ്ങനെയുള്ള ഒരു തന്ത്രം ചൈന പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ നടപ്പാക്കി. ഇതാണ് ഡീപ് സ്റ്റേറ്റിനെ വീണ്ടും ഇരുത്തി ചിന്തിപ്പിച്ചത്. ഇന്ത്യയും ഇതുപോലെ നാളെ അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ട് ചില നിലപാടുകൾ എടുത്താൽ എന്ത് ചെയ്യും? അതൊരു വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ഒരു ആഗോള ശക്തിയായി വളരണ്ട എന്ന് അവരും ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതിന് കാരണമുണ്ട്. കാരണം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2 വർഷത്തിനുള്ളിൽ ഇന്ത്യ സാമ്പത്തിക വളർച്ച ഏതാണ്ട് 5 ട്രില്യന് മുകളിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 5.15 ട്രില്യൺ ആകും ഇന്ത്യൻ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയെ വികസനത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ്. അതുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് യുദ്ധസമാനമായ സാഹചര്യം ഇവിടെ ഉണ്ടെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏത് നിമിഷവും ഏറ്റുമുട്ടുമെന്നും ഒക്കെയുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ 2 വർഷം എന്നുള്ളത് 3 വർഷം എടുത്തേക്കുമെന്നാണ് IMFൻ്റെ പുതിയ റിപ്പോർട്ടിലുള്ളത്. ഇത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇന്ത്യ ഒറ്റയടിക്ക് വലിയ വളർച്ച നേടണ്ട, പതിയെ പതിയെ നേടിക്കോട്ടെ. 2 വർഷം എന്നുള്ളത് 3 വർഷം ആയിക്കോട്ടെ, 3 എന്നുള്ളത് 4 ആയിക്കോട്ടെ. അങ്ങനെ വെച്ച് താമസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു.
ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? കാരണം അമേരിക്കയുടെ ഡോളറാണ് ലോകത്തിൻ്റെ എല്ലാ സ്ഥിതിഗതികളെയും നിയന്ത്രിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ബാങ്കിലെ റിസർവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഡോളറാണ്. അതുപോലെ തന്നെ പിന്നെ ട്രേഡിൻ്റെ കാര്യത്തിൽ ആഗോളതലത്തിലുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങൾക്കും ഈ ഉപയോഗിക്കുന്നത് ഡോളറാണ്. എന്തിന്? ഓയിലിൻ്റെ കാര്യത്തിൽ, വൻതോതിൽ എണ്ണ മേടിക്കുന്ന കാര്യത്തിലൊക്കെ. ഇപ്പോൾ ഇന്ത്യ റഷ്യയുമായിട്ട് ചേർന്ന് ഓയിൽ ഡീലൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ആ ഓയിൽ ഡീലിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ റുപ്പിയിലാണ് എണ്ണ മേടിച്ചത്. അത് അമേരിക്കൻ ഡോളറിന് വലിയ തിരിച്ചടിയായി. അതുകൊണ്ടാണ് ഡോളറിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കളിക്കാനായിട്ട് ട്രംപ് അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് തീരുമാനിക്കുന്നത്. ഒറ്റയടിക്ക് ഇന്ത്യക്ക് മേൽ 50% താരിഫ് ഏർപ്പെടുത്തുന്നു. ഇതുമൂലം നമ്മുടെ എക്സ്പോർട്ടിനെ അത് നന്നായിട്ട് ബാധിക്കും. എക്സ്പോർട്ട് കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ രൂപയുടെ മൂല്യത്തിന് അത് ഇടിവുണ്ടാക്കും. ഇതാണ് അമേരിക്കയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ തന്ത്രം. നമ്മളെ ഡോളർ എന്ന് പറയുന്ന ആഗോള കറൻസി ഉപയോഗിച്ച് തകർക്കാൻ എന്തൊക്കെ ചെയ്യാം? ഇപ്പം നമുക്കറിയാമല്ലോ, ഈ ക്രൂഡ് ഓയിൽ നിക്ഷേപം നമ്മുടെ രാജ്യത്ത് ക്രൂഡ് ഓയിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ പ്രകൃതി വാതകങ്ങളുടെ അളവും കുറവാണ്. പക്ഷേ ലോകത്തിലെ വൻ ശക്തികളെ നോക്കണം. അമേരിക്ക അല്ലെങ്കിൽ റഷ്യ, ചൈന, ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയ ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ട്. കൂടാതെ അവർ മറ്റ് രാജ്യങ്ങളുമായിട്ട് നല്ല വ്യാപാര ബന്ധത്തിലാണ് ഈ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ. ഇപ്പോൾ റഷ്യയുടെ അയൽരാജ്യമാണ് ചൈന. വേണമെങ്കിൽ ചൈനയ്ക്ക് റഷ്യയിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി ഈ ഓയിലും അതുപോലെ എണ്ണയും ഒക്കെ എത്തിക്കാം. പക്ഷേ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ എത്തിക്കണമെങ്കിൽ ചിലവ് കുറച്ച് കൂടുതലാണ്. കാരണം കപ്പലിലൊക്കെ കൊണ്ടുവരണം. നമുക്ക് വില കുറച്ചൊക്കെ തരുമെങ്കിലും സാമ്പത്തികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ഇത് സാധിക്കും. അപ്പം ഒരു രാജ്യത്തിൻ്റെ കറൻസി എന്ന് പറയുന്നത് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ സാമ്പത്തിക സ്ട്രെങ്ത് എന്ന് പറയുന്നത്, കൂടാതെ എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഗുഡ്സുമായി ബന്ധപ്പെട്ട്, ഒപ്പം അവിടെ ഉണ്ടാകുന്ന പണപ്പെരുപ്പം, കൂടാതെ ആഗോള മാർക്കറ്റ്, ഇതിന് അപ്പുറത്തേക്ക് ഡോളറിന് ആഗോളതലത്തിലുള്ള ഡിമാൻഡ്, ഇതെല്ലാം വെച്ചിട്ട് ഇന്ത്യയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാം. ഇപ്പം ട്രേഡിൻ്റെ കാര്യത്തിൽ അതുപോലെ ഓയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ബാങ്കിൻ്റെ റിസർവ് എല്ലാം തന്നെ ഡോളർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കറൻസിക്ക് വേണ്ടത്ര പിടിച്ചു കയറാൻ പറ്റാത്തതും. IMFൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ 5.15 ട്രില്യണിലേക്ക് എത്താൻ 2 വർഷം എന്നത് ഒരു 3 വർഷത്തിലേക്ക് എത്താനും കാരണം നമുക്ക് മേൽ 50% തീരുവ ഏർപ്പെടുത്തുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അമേരിക്ക മാത്രമല്ല, അമേരിക്ക പിന്തുണയ്ക്കുന്ന മറ്റ് ചില രാജ്യങ്ങളും ഈ രീതിയിൽ നീക്കുന്നു. പക്ഷേ ഇന്ത്യ ഈ വിദേശ ശക്തികളുടെ നീക്കത്തിനെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തും. എന്നിട്ട് നിക്ഷേപം സ്വീകരിക്കാനുള്ള നടപടി സ്വീകരിക്കും. ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികളെ ട്രംപ് വിരട്ടിയിരുന്നു. നിങ്ങൾ ഇന്ത്യയിലേക്കൊന്നും പോകരുത്, ഞങ്ങൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തൂ, ഈ ചൈനയിലേക്ക് പോലും പോകണ്ട. കാരണം ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒഴിവാക്കിയിട്ട് അമേരിക്കയെ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാക്കി മാറ്റണം പഴയ തലത്തിലേക്ക്. ഇതാണ് ട്രംപിൻ്റെ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ നീക്കമെന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ കഴിവുള്ള ഒരു ഭരണാധികാരിയാണ്. അതുകൊണ്ട് വിദേശ മാർക്കറ്റുകളിൽ കൃത്യമായി ഇടപെടാനും വിദേശത്ത് നിന്ന് നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. പക്ഷേ 2 പവർഫുൾ രാജ്യങ്ങളായ ചൈനയും അമേരിക്കയും ഒരുപോലെ നിന്ന് ഇന്ത്യയെ എതിർക്കുമ്പോൾ അതിനെ മറികടക്കാൻ സ്വാഭാവികമായിട്ടും കുറച്ച് പ്രതിസന്ധികളുണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിനെയൊക്കെ നമ്മൾ മറികടക്കും. അതായത് ഇന്ത്യ ഗവൺമെൻറ് എല്ലാ വഴികളിലൂടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു പവർഫുൾ ഇന്ത്യ വളർന്നു വരുന്നത് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശും പാകിസ്ഥാനും നേപ്പാളും മാത്രമല്ല, ചൈനയും അമേരിക്കയും പോലെയുള്ള വൻകിട ശക്തികളും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വളർന്നു വന്നാൽ നാളെ ചൈനയെ എങ്ങനെയാണോ അമേരിക്ക ഭയപ്പെടുന്നത് അതേ രീതിയിൽ ഇന്ത്യയും ഭയപ്പെടേണ്ടി വരും. ഇതാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഒരു പുതിയ ലോകശക്തി ഇനി ഉയർന്നു വരാൻ അനുവദിക്കേണ്ട. ഇതാണ് ഡീപ് സ്റ്റേറ്റ് ഒരുക്കുന്ന തന്ത്രം. അതിനവർ ചെയ്യുന്നത് എന്താ? ഇന്ത്യ എല്ലായ്പ്പോഴും യുദ്ധമുഖത്താണ്. വലിയ സംഘർഷ സമാനമായ സാഹചര്യം ഇന്ത്യയിലും സമീപ രാജ്യമായ പാകിസ്ഥാനിലുമുണ്ട്. പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര സംഘർഷം എപ്പോഴും പൊട്ടിപ്പുറപ്പെടാം. അതിന് കാരണക്കാർ ഇന്ത്യയാണ്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടൽ ഉണ്ടാകാം. ഈ രീതിയിൽ ഇന്ത്യ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ വളരെ ശക്തമായിട്ട് നടത്തുന്നു, മിസൈലുകളുടെ പരീക്ഷണം നടത്തുന്നു. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന തരത്തിൽ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുകയാണ് ഡീപ് സ്റ്റേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ തന്ത്രം ഇന്ത്യ കണ്ടറിയുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.